വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരും വീണ്ടും എല്ലാ പ്രേക്ഷകരെയും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് ആഴ്ചയിലെ 1-2 ലാസ്റ്റ് എപ്പിസോഡിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് കർത്താവിൽ നിന്ന് വീണ്ടും പ്രാപിക്കും. ബട്ട് അതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അല്പനിമിഷങ്ങൾ നമുക്ക് കാത്തൊരുങ്ങി എക്സ്പെക്റ്റേഷനോടെ നമുക്ക് ആയിരിക്കാം. നമ്മുടെ ഉള്ളിലുള്ള ആ പ്രെയർ എൻജിനൊക്കെ ഈ സമയത്ത് സ്റ്റാർട്ടാക്കുക. രാവിലെ എഴുന്നേറ്റ് വരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് രാവിലെ തന്നെ കർത്താവിനെ ഒന്ന് ധ്യാനിക്കുവാനുള്ള സമയമാണ്. സോ ലെറ്റ്സ് ഓൾ ഗെറ്റ് റെഡി. ഈ സമയത്ത് ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ ഫാമിലി മെമ്പേഴ്സിനെ വെൽക്കം ചെയ്യുന്നു. ലൈവ് ചാറ്റിൽ നിങ്ങൾ ഇടുക, നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഹല്ലേലൂയ, വാട്ട് ഈസ് ഹാപ്പനിങ്, വാട്ട് ഈസ് ദ ലോർഡ് ഡൂയിങ് ഇൻ യുവർ ലൈഫ്. ഈ സമയത്ത് സാക്ഷ്യങ്ങളായി നിങ്ങൾക്കിടാം. ഹല്ലേലൂയ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ഒരു കോ സ്പോൺസറുണ്ട്, എറണാകുളത്ത് നിന്നുള്ള ഒരു വെൽവിഷറാണ് സിസ്റ്റർ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഈ സിസ്റ്ററെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ദാമ്പത്തിക ജീവിതത്തിൽ കർത്താവിന് അനുഗ്രഹം ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു. ഈ ഫാമിലി ലൈഫ് ബ്ലെസ്ഡ് ആകട്ടെ. അപ്പോൾ തന്നെ കുടുംബം മുഴുവൻ ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ കൂടുതൽ അറിയുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അത്ഭുതകരമായത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് സിസ്റ്ററെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് വീണ്ടും കർത്താവിന് വേണ്ടി പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങൾക്കും ഒരു TV പ്രോഗ്രാം പാർട്ട്ണറോ സ്പോൺസറായി തീരാൻ സാധിക്കും. നമുക്ക് ഈ ദിവസങ്ങളെല്ലാം സ്പെഷ്യൽ മീറ്റിംഗ്സ് ഉണ്ട്. ഇന്ന് വൈകുന്നേരം നമുക്ക് സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും ലൈവായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിലുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സൺഡേ സർവീസുകൾ നടക്കുന്നു. സോ വി ഇൻവൈറ്റ് യു ഫോർ ദാറ്റ്. ഈവൻ ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഡിവോഷണൽ ഡയറിയിലെ പേജിലേക്ക് പോകാം. ജാനുവരി 30 ഫ്രൈഡേ. ഇന്നത്തെ ഫോക്കസ് വേർഡ് കൊള്ളാമല്ലോ. പെർസിവിയറൻസ്, സ്ഥിരോത്സാഹം. എനിക്കിഷ്ടമുള്ള ഒരു സാധനമാണ് സ്ഥിരോത്സാഹം. പെർസിവിയറൻസ്, സ്ഥിരോത്സാഹം. ഇപ്പോൾ തന്നെ മൊബൈൽ ഉപയോഗിക്കുന്നവർ, കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റുകളിലൊക്കെ കാണുന്നവർ, ടൈപ്പ് ചെയ്യാൻ സംവിധാനമുള്ളവരൊക്കെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ പെട്ടെന്ന് ടൈപ്പ് ചെയ്യുക പെർസിവിയറൻസ്, സ്ഥിരോത്സാഹം. വാവ്. ഇതിൻ്റെ ഫോക്കസ് വേർഡ്സ് നോക്കാം. ഗലീഷ്യൻസ് 6:9. ലെറ്റ്സ് നോട്ട് ബിക്കം വിയറി ഇൻ ഡൂയിങ് ഗുഡ്, ഫോർ അറ്റ് ദ പ്രോപ്പർ ടൈം വി വിൽ റീപ്പ് എ ഹാർവെസ്റ്റ് ഇഫ് യു ഡു നോട്ട് ഗിവ് അപ്പ്. നന്മ ചെയ്യുന്നതിൽ നമ്മൾ മടുത്തു പോകരുത്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ വരാവുന്നൊരു സാധനമാണ് മടുപ്പ്. ഫോർ അറ്റ് ദ പ്രോപ്പർ ടൈം, കൃത്യസമയത്ത്, വി വിൽ റീപ്പ് എ ഹാർവെസ്റ്റ് ഇഫ് യു ഡു നോട്ട് ഗിവ് അപ്പ്. നമ്മൾ മടുത്തു പോകാതിരുന്നാൽ, നിർത്തിക്കളയാതിരുന്നാൽ, ഇടയ്ക്ക് വെച്ച് നിർത്താതിരുന്നാൽ, അവിടെ പറയുന്നത് വി വിൽ റീപ്പ് എ ഹാർവെസ്റ്റ്, ഒരു വലിയ വിളവെടുപ്പുണ്ടാകും, ഒരു വലിയ കൊയ്ത്തുണ്ടാകും. ഡെക്ലറേഷൻ നോക്കാം. ഐ പ്രസ് ഓൺ ആൻഡ് വിൽ നോട്ട് ക്വിറ്റ്. അതെൻ്റെ തീരുമാനമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞ് തീരുമാനിച്ച് പ്രഖ്യാപിച്ച്, ഐ പ്രസ് ഓൺ ആൻഡ് വിൽ നോട്ട് ക്വിറ്റ്. ഞാൻ നിർത്തിക്കളയാതെ, വിട്ടുകളയാതെ മുന്നിലേക്കോടും, പിടിച്ച് നിൽക്കും, മുന്നിലേക്കോടും. മൈ ഹാർവെസ്റ്റ് ഈസ് സെർട്ടൈൻ ഇൻ ഗോഡ്സ് അപ്പോയിൻറ്റഡ് സീസൺ. ദൈവം വച്ചിരിക്കുന്ന കാലത്ത്, സമയത്ത് എനിക്കുള്ള കൊയ്ത്ത് സുനിശ്ചിതമാണ്. അതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അവിടേക്ക് ഒന്നിടുക. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി ഇന്ന് വായിച്ച് ടിക്ക് ചെയ്യുക. നമ്മുടെ ഈ സ്ഥിരോത്സാഹം എന്ന ഇതിലേക്ക് നമുക്ക് വരാം. എവിടെയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, ദ യൂണിവേഴ്സിറ്റി ഓഫ് പെർസിവിയറൻസ്, സ്ഥിരോത്സാഹത്തിൻ്റെ സർവകലാശാല. ഇതിൽ പഠിച്ച് ബിരുദമെടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടാൻ പോകുന്നില്ല. എന്തിനും നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് പെർസിവിയറൻസ്. അതിനെക്കുറിച്ച് വചനം എന്ത് പറയുന്നു, ജീവിതത്തിൽ എന്ത് മനസ്സിലാക്കണം, ഉദാഹരണങ്ങൾ, എൻ്റെ ജീവിതത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പങ്കുവയ്ക്കാൻ പോവുക. പെട്ടെന്ന് എഴുതുക. നമ്പർ 1, ഈ പേജിൽ എഴുതുക, ഇന്നത്തെ പേജിൽ എഴുതുക. ചിലരുടെ കയ്യിൽ ഈ ഡിവോഷൻ ഡയറി ഇല്ലായിരിക്കാം, നോ പ്രോബ്ലം. ഇനി ഈ വർഷം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ നോട്ട്സ് കുറിക്കാം, ടൈപ്പ് ചെയ്യാം, എഴുതാം. ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എവിടെയെങ്കിലും എഴുതുക.
Number one, perseverance is required to receive God's promises. ദൈവിക വാഗ്ദത്തങ്ങൾ ലഭിക്കേണ്ടതിന്, അല്ലെങ്കിൽ ദൈവിക വാഗ്ദത്തങ്ങൾ സ്വീകരിക്കുവാൻ നമുക്ക് സ്ഥിരോത്സാഹം ആവശ്യമാണ്. ചില സ്ഥലങ്ങളിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് സഹിഷ്ണുത എന്നാണ്. കുഴപ്പമില്ല, പക്ഷെ ഒരു പ്രോപ്പർ വേർഡ് ഒരു പക്ഷേ സ്ഥിരോത്സാഹം എന്നായിരിക്കും. ഗലാത്യൻസ് 6:9. ഗലാത്യ ലേഖനം 6:9. ലെറ്റ്സ് നോട്ട് ബിക്കം വിയറി ഇൻ ഡൂയിങ് ഗുഡ്സ്, ഫോർ അറ്റ് ദ പ്രോപ്പർ ടൈം വി വിൽ റീപ്പ് എ ഹാർവെസ്റ്റ് ഇഫ് യു ഡു നോട്ട് ഗിവ് അപ്പ്. അവിടെ പറയുന്നത് നേരത്തെ വായിച്ച അതേ ഭാഗമാണ്. ലെറ്റ്സ് നോട്ട് ബിക്കം വിയറി ഇൻ ഡൂയിങ് ഗുഡ്. നന്മ ചെയ്യുന്നതിൽ നാം തളർന്നു പോകരുത്, മടുത്തു പോകരുത്, നിർത്തിക്കളയരുത്. ചിലർക്ക് എന്തെങ്കിലുമൊക്കെ നല്ല പ്രവൃത്തി അങ്ങ് ആരംഭിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊക്കെ ചെയ്തിട്ട് ഇതല്ലേ കിട്ടുന്നു, ഈ ലോകത്തിൽ ഇതല്ലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ നിർത്തിക്കളയും. അങ്ങനെ നിർത്തരുത്. അങ്ങനെ യേശു നിർത്തിയിരുന്നെങ്കിൽ, അപ്പോസ്തലന്മാർ നിർത്തിയിരുന്നെങ്കിൽ, സാമൂഹിക പരിഷ്കർത്താക്കൾ അവർക്കെതിരെ സമൂഹത്തിൽ നിന്ന് ലഭിച്ച വളരെ ഭയങ്കരമായ തിക്താനുഭവങ്ങൾ തളർന്നു പോയിരുന്നെങ്കിൽ ഈ ലോകം ഇതുപോലെ ആകില്ലായിരുന്നു. Now, for at the proper time we will reap a harvest. കൃത്യസമയത്ത് നാം കൊയ്യും. If you do not give up, നാം ക്വിറ്റ് ചെയ്യാതിരുന്നാൽ, നിർത്തിക്കളയായിരുന്നാൽ, ഹാർവെസ്റ്റ് ഈസ് ഗ്യാരണ്ടീഡ്. ഇവിടെ സത്യം പറഞ്ഞാൽ വിളവെടുപ്പ്, കൊയ്ത്ത്, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിന് ഗ്യാരണ്ടി ഉണ്ട്. ബട്ട് ഓൺലി ടു ദോസ് ഹു ഡു നോട്ട് ക്വിറ്റ്. എങ്ങനെയുള്ളവർക്കാണ്? ഒരിക്കലും വിട്ടുകൊടുക്കാത്തവർക്ക്. ക്വിറ്റേഴ്സ് നെവർ വിൻ, വിന്നേഴ്സ് നെവർ ക്വിറ്റ്. കേട്ടിട്ടുണ്ടോ? ഹീബ്രൂസ് 10:36 വായിച്ചു നോക്കിയാൽ അവിടെ പറയുന്നത്, യു നീഡ് ടു പെർസീവിയർ സോ ദാറ്റ് when you have done the will of God, you will receive what He has promised. എന്താണ് ഇതിൻ്റെ അർത്ഥം? We need to persevere so that when you have done the will of God, you will receive what He has promised. ദൈവം എന്താണോ വാഗ്ദത്തം ചെയ്തത് അത് പ്രാപിക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത്? സ്ഥിരോത്സാഹത്തോടുകൂടെ ദൈവത്തിൻ്റെ ഹിതം ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ട്രാൻസ്ലേഷനിൽ പറയുന്നത്, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അതാണ് സരളമായ ഭാഷയിൽ ഞാൻ പറഞ്ഞത്. ദൈവം ഒത്തിരി വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് കിട്ടണമെങ്കിൽ സ്ഥിരോത്സാഹത്തോടുകൂടെ, ഇടയ്ക്ക് നിർത്തിക്കളയാതെ, പിന്തിരിഞ്ഞു പോകാതെ, വാക്കൗട്ട് നടത്താതെ, ട്രാക്കിൽ നിന്നും ഇറങ്ങിപ്പോകാതെ നാം അവൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ടേയിരിക്കണം. റിസൾട്ട് ഇല്ലെങ്കിലും, പ്രാർത്ഥിച്ച പോലെ നടന്നില്ലെങ്കിലും, പ്രതികരണം മോശമാണെങ്കിലും നന്മ ചെയ്യുന്നവർ അത് ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിലേ ഒരു ദിവസം വാഗ്ദത്തം നമ്മുടെ കയ്യിൽ വരികയുള്ളൂ. നമ്പർ 2, എഴുതുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. വിയറിനെസ് ഈസ് എ ടെസ്റ്റ്. വിയറിനെസ് ഈസ് എ ടെസ്റ്റ്, നോട്ട് എ സൈൻ ടു സ്റ്റോപ്പ്. നമ്മളിങ്ങനെ ക്ഷീണിച്ച് തളർന്നു പോകുമല്ലോ, അതൊരു പരിശോധനയാണ്. അത് നിർത്തിക്കളയുവാനുള്ള ഒരു സൈനല്ല. എന്ന് വെച്ചാൽ നമ്മളാകെ ഇവിടെ ഈ ശരീരം ക്ഷീണിക്കുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുക, അതിനെക്കുറിച്ചൊന്നുമല്ല ഞാനീ പറയുന്നത്. മാനസികമായി നമ്മൾ മടുക്കുന്ന, നമ്മിൽ തന്നെ ഡിസ്കറേജ്മെൻറ്റ് വരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു വലിയ പ്രലോഭനം വരും ഇട്ടിട്ട് പോകാൻ. അങ്ങനെ എത്രയോ പേർ ഇട്ടിട്ട് പോകും. ഈ ഭൂമിയിൽ ക്വിറ്റേഴ്സേ ഉള്ളൂ. ബിസിനസ് തുടങ്ങുന്നു, കുറേ കഴിയുമ്പോൾ നിർത്തിക്കളയുന്നു. പഠനം തുടങ്ങുന്നു, കുറേ കഴിയുമ്പോൾ നിർത്തിക്കളയുന്നു. പലരും ഒരു പുതിയ കോഴ്സ് എടുക്കുന്നു. ഈ കോഴ്സ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങാണ്. ആ ഉടനെ കോഴ്സ് എടുത്ത്, കോഴ്സ് കെട്ടി പപ്പയുടെ നിന്നും മമ്മിയുടെ നിന്നും അല്ലെങ്കിൽ ലോൺ എടുത്ത്, സ്റ്റഡി ലോൺ എടുത്തൊക്കെ തുടങ്ങും. ഒരാഴ്ച കഴിയുമ്പോൾ മൂഡ് മാറി, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഇട്ടിട്ട് പോകുന്നു. ഇങ്ങനെയുള്ള ക്വിറ്റേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അതുപോലെ എല്ലാ ഫീൽഡുകളും, സ്പോർട്സ് ആകാം, ജിമ്മിൽ പോകുന്നതാകാം, അതുപോലെ എന്തുമാകാം, ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തിക്കളയുന്ന ഒത്തിരി പേരുണ്ട്. ഐസയ 40:31 നോക്കാം. ഏശയ്യാവിൻ്റെ പുസ്തകം 40:31. ബട്ട് ദോസ് ഹു ഹോപ്പ് ഇൻ ദ ലോർഡ് വിൽ റിന്യൂ ദെയർ സ്ട്രെങ്ത്. എന്നാൽ ദൈവത്തിൽ പ്രത്യാശയുള്ളവർ അവരുടെ ശക്തിയെ പുതുക്കും.
They will soar on wings like eagles. കഴുകന്മാരെ പോലെ അവർ ചിറക് അടിച്ച് കയറും. They will run and not grow weary. അവർ ഓടും, പക്ഷെ അവർ തളർന്നു പോവില്ല. They will walk and not be faint. അവർ നടക്കും, പക്ഷെ കുഴഞ്ഞു വീഴുകയില്ല. അപ്പോൾ ദൈവത്തിൽ പ്രത്യാശയുണ്ടെങ്കിൽ, ദൈവവുമായി ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ അഴമേറിയ മീനിങ് ഉണ്ട്. അതിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, ദൈവത്തെ കാത്തിരിക്കുകയാണെങ്കിൽ ശക്തി പുതുകി വരും. 2 Corinthians chapter 4 verse number 16. 2 Corinthians 4:16 എന്താ കാണുന്നത്? Therefore we do not lose heart. നമ്മുടെ ഹൃദയം ഒരിക്കലും ക്ഷീണിച്ചു പോകുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും തളർന്നു പോകുന്നില്ല, ഡിസ്കറേജ്ഡ് ആകുന്നില്ല. Though outwardly we are wasting away. പുറത്തുനിന്ന് നോക്കിയാൽ ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു. Yet inwardly we are being renewed day by day. അതൊരു ഭയങ്കര സംഭവമല്ലേ? എന്നാൽ അകത്ത് ഞങ്ങൾ നാൾതോറും പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഒരുപക്ഷെ അദ്ദേഹം ഫ്രീക്വൻ്റായി ഇങ്ങനെ യാത്ര ചെയ്തു, ഒത്തിരി യാത്രയിലെ അപ്പോസ്തല പ്രവൃത്തികൾക്ക് എടുത്ത് നോക്കിയാൽ പൗലോസിൻ്റെ യാത്രകളുടെ ഐറ്റിനറി കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഒരുപക്ഷെ ലൂക്കോസ് ആയിരിക്കും കൂടെ നടന്ന് ഇതെല്ലാം എഴുതി വെച്ചത്. ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു, ഈ സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് കപ്പലിൽ പോകുന്നു, പിന്നെ കാൽനടയാൽ പോകുന്നു. അതിനിടയ്ക്ക് പട്ടണത്തിൽ വലിയ ബഹളമുണ്ടാകുന്നു, അവിടെ കല്ലേറുണ്ടാകുന്നു, ചിലപ്പോൾ ഇവരെ പിടിച്ച് ജയിലിലിടുന്നു. ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ ഉടൻ തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു, സഭകളെ ഉറപ്പിക്കുന്നു, ചർച്ചുകൾ പ്ലാൻ ചെയ്യുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നു, സിനഗോഗുകൾ പഠിപ്പിക്കുന്നു. ഇങ്ങനെ അദ്ദേഹം ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത്, വി ആർ ഓൾവേസ് ഓൺ ദ മൂവ്. ഞങ്ങളെല്ലായ്പ്പോഴും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഒരു സ്ഥലത്തും കെട്ടിക്കിടക്കുന്നില്ല, ഒരു സ്ഥലത്തും ക്യാമ്പ് അടിക്കുന്നില്ല, ഞങ്ങളിങ്ങനെ യാത്രയിലാണ്. സോ ദെയർഫോർ വി ഡു നോട്ട് ലൂസ് ഹാർട്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം തളരുന്നില്ല. പുറമേ ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നെങ്കിലും, മീനിങ് ശരീരത്തിലൊക്കെ ഭയങ്കര ക്ഷീണം വന്നിട്ടുണ്ട്, കണ്ടിന്യൂസായി ഉറക്കിളപ്പ്, അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ക്രൂരമായ പീഡനങ്ങൾ, ഇതെല്ലാം കൊണ്ട് പുറമെ ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഇൻവേർഡ്ലി വി ആർ ബീങ് റിന്യൂഡ് ഡേ ബൈ ഡേ. അകത്ത് മനസ്സിൽ, വൈകാരിക മണ്ഡലങ്ങളിൽ, ആത്മാവിൽ ഞങ്ങൾ ഓരോ ദിവസവും റിന്യൂഡാണ്. ഇതൊരു ഭയങ്കര സംഭവമല്ലേ? അതിനുള്ള പ്രൊവിഷൻ നമുക്ക് ദൈവത്തിൻ്റെ മക്കൾക്കുണ്ട്. പുറമെ എത്ര വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിൽ അകത്ത് ഭയങ്കരമായി എങ്ങനെ തന്നെ പറയേണ്ടത്, റിഫ്രഷ്ഡായി ശക്തി പ്രാപിച്ച് വരുന്നൊരു രീതി നമുക്കെല്ലാവർക്കും അവൈലബിളാണ്. സ്മിത്ത് വിഗിൾസ്വർത്ത് പറഞ്ഞതായി പറയപ്പെടുന്നത് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പുറമേ കാണുന്ന സ്മിത്ത് വിഗിൾസ്വർത്തിനേക്കാൾ അകത്തുള്ള സ്മിത്ത് വിഗിൾസ്വർത്ത് 1000 മടങ്ങ് ശക്തനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് വെച്ചാൽ അകത്തെ മനുഷ്യൻ, ദ ഇന്നർ മാൻ, ദ സ്പിരിറ്റ് മാൻ, ദൈവത്തിലും ദൈവാത്മാവിലും ദൈവവചനത്തിലും ശക്തിപ്പെട്ട് നിൽക്കുക, ഒന്നിനും തളർത്തുവാൻ കഴിയാത്ത, ഇൻഫോർമിറ്റബിളായി, അജയ്യനായി, അൺസ്റ്റോപ്പബിളായി അകത്ത് തൻ്റെ ആത്മാവിൽ അകത്തെ മനുഷ്യൻ തയ്യാറായി നിൽക്കുകയാണ്. 2 Corinthians 4:16 വായിച്ച് നോക്കണം. Therefore we do not lose heart. അതുകൊണ്ട് ഞങ്ങൾ ഒട്ടും തന്നെ ഞങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു പോകുന്നില്ല. God allows weariness, so we learn to draw strength from Him. നമുക്ക് പലപ്പോഴും നാം ക്ഷീണാവസ്ഥകൾ ഫേസ് ചെയ്യുന്നത്, ദൈവം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ടയർഡാകുന്നത് പോലുള്ള സിറ്റുവേഷൻസ് വരാം. എന്തിനെന്ന് ചോദിച്ചാൽ, സോ വി ലേൺ ടു ഡ്രോ സ്ട്രെങ്ത് ഫ്രം ഹിം, അവനിൽ നിന്നും ശക്തി പ്രാപിക്കുവാൻ. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പി ലേഖനം 4:13 പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. വാവ്! ഈ ഒരു പ്രിൻസിപ്പിൾ ശ്രദ്ധിക്കുക. എ മാരത്തൺ ഈസ് നോട്ട് വൺ ബൈ ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ. ഏറ്റവും വേഗം കൂടിയ ഒരു
ഓട്ടക്കാരനല്ല പലപ്പോഴും മാരത്തണിൽ വിജയിക്കുന്നത്, ബട്ട് ബൈ ദ വൺ ഹു റെഫ്യൂസസ് ടു സ്റ്റോപ്പ്. ഒരിക്കലും നിൽക്കുവാൻ മടിക്കുന്ന, നിൽക്കുവാൻ സമ്മതിക്കാത്ത ഒരു വ്യക്തിയാണ് മാരത്തണിൽ ജയിക്കുന്നത്. ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ പെട്ടെന്നോടി, ഡാഷ്, സ്പ്രിൻറ്റ്, അതൊക്കെ പെട്ടെന്ന് ഓടി തീർക്കാം. അങ്ങനെ അവിടെ വിജയിക്കുന്നത് ഏറ്റവും ഫാസ്റ്റായിട്ടുള്ളവരാണെങ്കിൽ മാരത്തണിൽ വിജയിക്കുന്നത് അവരല്ല. ഒരിക്കലും നിർത്താതെ, ചിലപ്പോൾ അത്രയും ഫാസ്റ്റായിരിക്കില്ല, പക്ഷേ ഓടി 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 അവിടെ എത്തും. ലൈഫ് ഈസ് നോട്ട് എ സ്പ്രിൻറ്റ്, ഇറ്റ് ഈസ് എ മാരത്തൺ. എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, ജീവിതമാകട്ടെ ശുശ്രൂഷയാകട്ടെ, അതെല്ലാം ഒരു ഹ്രസ്വദൂര ഓട്ടമല്ല, ഒരു 100 മീറ്റർ 500 മീറ്റർ അങ്ങനെയല്ല. ജീവിതം എന്ന് പറയുന്നൊരു മാരത്തണാണ്, ദീർഘദൂര ഓട്ടമാണ്. അപ്പോൾ അവിടെ ഒറ്റയടിക്ക് കുറച്ച് ഓടി പിന്നെ എവിടെയെങ്കിലും ആമയും മുയലും എന്നൊക്കെ പറഞ്ഞ പോലെ ജീവിച്ചിട്ട് കാര്യമില്ല. നമ്പർ 3, പെർസിവിയറൻസ് പ്രൊഡ്യൂസസ് സ്പിരിച്വൽ മെച്യൂരിറ്റി. സ്ഥിരോത്സാഹം ഉണ്ടെങ്കിൽ നമുക്ക് ആത്മീയ പക്വതയിൽ വളരാൻ കഴിയും. ജെയിംസ് ചാപ്റ്റർ 1 verse number 2 and 4. Consider it pure joy whenever you face trials of many kinds, because you know that the testing of your faith produces perseverance. Let perseverance finish its work, so that you may be mature and complete, not lacking anything. ഭയങ്കര സംഭവമാണ്. നിങ്ങൾ വിവിധ കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ, ഹേർഡിൽസ്, ഡിഫിക്കൽട്ടീസ്, ഓബ്സ്റ്റക്കിൾസ്, റെസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള ഭയങ്കരമായ പ്രയാസങ്ങളിലൂടെ പോകുന്ന സമയത്ത് അതിനെ ഒരു സന്തോഷമായിട്ട് എടുക്കണം. കാരണം ബിക്കോസ് യു നോ ദാറ്റ് ദ ടെസ്റ്റിംഗ് ഓഫ് യുവർ ഫെയ്ത്ത് പ്രൊഡ്യൂസസ് പെർസിവിയറൻസ്. കാരണം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ നിന്നാണ് ഈ സ്ഥിരോത്സാഹം ഉളവാകുന്നത്. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ദീർഘക്ഷമയോടുകൂടെ സ്ഥിരോത്സാഹത്തോട് കാര്യങ്ങൾ ചെയ്യുന്നൊരു പ്രകൃതി എനിക്ക് കുറവായിരുന്നു ഒരു കാലത്ത്. എന്നാൽ ഭയങ്കര ടഫ് സിറ്റുവേഷൻസിലൂടെ കർത്താവ് എന്നെ കൊണ്ടുപോയി അതിനെ സ്ട്രെച്ച് ചെയ്ത് എന്ത് വന്നാലും പിടിച്ചു നിൽക്കുന്ന ഒരു രീതിയിലേക്ക് പതുക്കെ കർത്താവ് ഇപ്പോഴും എന്നെ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, ലെറ്റ് പെർസിവിയറൻസ് ഫിനിഷ് ഇറ്റ്സ് വർക്ക്. എന്നാൽ ഈ സ്ഥിരോത്സാഹം അല്ലെങ്കിൽ സഹിഷ്ണുത അതിൻ്റെ ജോലി തീർക്കട്ടെ, സോ ദാറ്റ് യു മേ ബി മച്യൂർ ആൻഡ് കംപ്ലീറ്റ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പക്വതയുള്ളവരും സമ്പൂർണതയുള്ളവരും ഒക്കെ ആയിത്തീരും. നോട്ട് ലാക്കിങ് എനിത്തിങ്, ഒന്നിനും കുറവില്ലാത്തവരായി നിങ്ങൾ മാറും. എഴുതി വെക്കുക, ഡിലേ ഡെവലപ്സ് ഡെപ്ത്. താമസിക്കുന്നത് കൊണ്ട് ആഴം ഉളവാകുന്നു. അപ്പോൾ പലതും ജീവിതത്തിൽ താമസിക്കുന്നു എന്ന് തോന്നുന്ന എത്ര പേരുണ്ട്? എൻ്റെ ജീവിതത്തിൽ എന്നും ഞാൻ ചിന്തിച്ചിട്ടുള്ള, എൻ്റെ കർത്താവെ, എല്ലാവരും പെട്ടെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എൻ്റെ കർത്താവ്, എൻ്റെ ജീവിതത്തിലെല്ലാം വൈകുന്നല്ലോ എന്ന് തോന്നിയ സന്ദർഭങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്, എന്നെ 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കുന്നു. അപ്പോൾ പ്രായം തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്ത് പറ്റി, ഒരു വർഷം പോയി. ആ വർഷം എനിക്ക് പഠനം പൂർത്തിയാക്കാനോ തുടർന്നു പോകാനോ ഒന്നും കഴിയാത്ത ചില സാഹചര്യങ്ങൾ വന്നു. ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഓടി. ഒരു വർഷം പോയി. പിന്നെ ചേർത്തപ്പോഴോ എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെക്കാൾ ചില മാസങ്ങൾ 6 മാസം എന്താ ഞാൻ 1-ാം ക്ലാസ്സിൽ ഇരിക്കേണ്ട സാധാരണ കുട്ടികളേക്കാൾ 6 മാസം ഞാൻ മുതിർന്നതായിട്ട് മാറി. അവിടെ നിന്ന് അങ്ങനെ പോയി. ബാക്കിയെല്ലാം ഇങ്ങനെ വന്ന് ഡിഗ്രിയൊക്കെ ആയപ്പോഴേക്കും ഡിഗ്രി എനിക്ക് സമയത്ത് തീർക്കാൻ പറ്റുന്നില്ല. വളരെ ബ്രൈറ്റായി പഠിച്ചു, ഒത്തിരി അവാർഡുകളൊക്കെ വാങ്ങിച്ചു. പക്ഷേ എവിടേക്കോ സ്റ്റക്കാകുന്നു, ഡിലേ വരുന്നു. അങ്ങനെ ഒരു വർഷം നഷ്ടമാകുന്നു. PG എടുക്കുവാൻ വീണ്ടും ചില വർഷങ്ങൾ വരുന്നു. 50 വയസ്സ് കൃത്യം എനിക്ക് ഓർമ്മയില്ല. അതിന് ശേഷമാണ് ഞാൻ ഡോക്ടറേറ്റ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ 20കളിൽ എടുക്കുന്ന കാര്യം അല്ലെങ്കിൽ 30കളിൽ എടുക്കുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വൈകി. പക്ഷെ അതുകൊണ്ട് എന്ത് നഷ്ടമാണ് ഉണ്ടായത്? ഒരാൾ 10 വർഷം മുമ്പെടുത്തു. ഇനി വിവാഹം, സാധാരണ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, ഞാൻ അധ്യാപകനായിരുന്നു. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അവരെല്ലാം വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താണ് നഷ്ടം? നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. ഡിലേ ഡെവലപ്സ് ഡെപ്ത്.
ഡിലേ ഈസ് നോട്ട് ഡിനയൽ. വൈകുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കിനി അത് ഇല്ലെന്നാകണമെന്നില്ല. ചിലരുടെ ജീവിതത്തിൽ കാണും, ചിലതൊക്കെ ആവശ്യമില്ലായിരിക്കും. ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വൈകിയിട്ടുണ്ടോ? ഇനി ഒരു സ്വന്തം വീട് വെക്കണം എന്നുള്ളത് ഒത്തിരി പേരുടെ സ്വപ്നമാണ്. എൻ്റെ ജീവിതത്തിൽ അത് കുറച്ച് നാൾ മുമ്പായിരുന്നു അങ്ങനെ ഒരു വീട് ഒരുങ്ങി വന്നത്, ചില വർഷങ്ങൾക്ക് മുമ്പ്, ആ കോവിഡ് കാലത്ത്. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവരും ഈ ഭൂമിയിൽ പലതും ചെറുപ്പത്തിൽ തന്നെ വെട്ടിപ്പിടിച്ച് ഉയരങ്ങളിലെത്തി ഒക്കെ പോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചിലത് വൈകിയെന്നിരിക്കാം. ഇതൊന്നുമല്ല നിത്യതയിലേക്കുള്ള നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് നിദാനം. ഇതൊന്നുമല്ല. ഇങ്ങനെയുള്ള പലരും അതും ഇതൊക്കെ നേടി പെട്ടെന്ന് പഠിച്ചു, ഭയങ്കരമായ, അല്ലെങ്കിൽ ബിസിനസ് സാമ്രാട്ടായി മാറി ഭയങ്കരമായ നിലകളിലെത്തിയെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നവരൊക്കെ പെട്ടെന്ന് പൊലിഞ്ഞു പോകും. എന്നാൽ ദൈവത്തിൻ്റെ പേസിൽ ദൈവം നടത്തുന്നത് പോലെ നടന്നാൽ, ഇപ്പം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും വൈകിട്ടുണ്ട് ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല, ഞാനും ഉണ്ട് കൂടെ. എൻ്റെ ജീവിതത്തിലും പലതും വൈകി. അതിൻ്റെ അർത്ഥം ദൈവം ഉപേക്ഷിച്ചെന്നല്ല. ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ അകത്ത് പണിയാൻ വേണ്ടി പുറത്ത് വൈകുന്നേ ഉള്ളൂ. ഒരു ഹല്ലേലൂയ പറ, സന്തോഷമുണ്ടെങ്കിൽ, ദൈവത്തോട് വിരോധമില്ലെങ്കിൽ. നമ്പർ 4, പെർസിവറൻസ് ബ്രിങ്സ് ഗോഡ്സ് റിവാർഡ്. ബൈ ദ വേ, വൈകി വരുന്നത് വലിയ അനുഗ്രഹമായിരിക്കും എന്നുള്ള മുദ്രാവാക്യം നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയിൽ ഉരുവായി വന്നതുപോലും ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളിലൂടെ പോയതുകൊണ്ട്. അതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ സമയത്ത് കാര്യങ്ങളൊക്കെ നടന്നോളും. നമ്പർ 4, പെർസിവറൻസ് ബ്രിങ്സ് ഗോഡ്സ് റിവാർഡ്. മാത്രമല്ല, സ്ഥിരോത്സാഹമുള്ളവർക്ക്, സഹിഷ്ണുത കാണിക്കുന്നവർക്ക് അതിനാൽ ദൈവത്തിൻ്റെ പ്രതിഫലം കിട്ടും. Revelation chapter 2 verse number 10. Be faithful even to the point of death, and I will give you life as your victor's crown. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവൻ്റെ കിരീടം ദൈവം നിനക്ക് നൽകും. എന്ന് വെച്ചാൽ മരണത്തെ മുഖാമുഖം കണ്ടാൽ നിർത്തിക്കളയരുത്, വിട്ടുകളയരുത്. 2 Timothy chapter 4 verse number 7 and 8. 2 തിമോത്തിയോസ് 4:7-8 പറയുന്നത്, I have fought the good fight, I have finished the race, I have kept the faith. ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. Now എന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് നിർത്താതെ ആ ഓട്ടം തികച്ചു. Now there is in store for me the crown of righteousness. ഇനി എനിക്ക് വേണ്ടി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ വെച്ചു. The Lord, the righteous judge, will award to me on that day. അന്നാളിൽ, അവൻ വെളിപ്പെടുന്ന നാളിൽ, നീതിമാനായ ന്യായാധിപതിയായ കർത്താവ് അതെനിക്ക് തരും. അതിനുശേഷം വചനം തുടരുമ്പോൾ പറയുന്നത്, എനിക്ക് മാത്രമല്ല, അവൻ്റെ വരവിൽ പ്രിയം വെച്ച ഈ ടൈപ്പ് എല്ലാത്തിനും കിട്ടും. നമ്പർ 5, പെർസിവറൻസ് ഡിഫീറ്റ്സ് ദി എനിമി. ഈ സ്ഥിരോത്സാഹം ഉണ്ടെങ്കിൽ ശത്രുവിനെ തോൽപ്പിക്കാൻ പറ്റും. Ephesians 6 and verse number 13. Therefore put on the full armor of God. അതുകൊണ്ട് നിങ്ങൾ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ, so that when the day of evil comes, ദുർദിവസങ്ങൾ വരുമ്പോൾ, you may be able to stand your ground. നിങ്ങൾക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയും. And after we have done everything to stand, എല്ലാം സമാപിച്ച് ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊണ്ട് നിൽപ്പിൻ. സ്റ്റാൻഡിങ് വെൻ നത്തിങ് ചേഞ്ചസ് ഈസ് സ്പിരിച്വൽ വാർഫെയർ. ഒന്നും നടക്കുന്നില്ല, വിചാരിച്ചതുപോലെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല, അപ്പോഴും ഉറച്ച് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് സ്പിരിച്വൽ വാർഫെയർ. മറ്റൊന്നും നടന്നില്ലേലും വിശ്വാസത്തിൽ, ദൈവകൃപയിൽ, പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ശുശ്രൂഷയിൽ മടുത്തു പോകാതെ നിൽക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും വലുത്. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പറയട്ടെ, the enemy cannot defeat a believer who refuses to quit. അതായത് നിർത്തിക്കളയാൻ വിസമ്മതിക്കുന്ന ഒരു വിശ്വാസിയെ തോൽപ്പിക്കാൻ ഒരു ശത്രുവിന് സാധ്യമല്ല. എന്ന് വെച്ചാൽ നിർത്താതെ മുന്നേറുന്ന ഒരു വിശ്വാസി, എന്ത് വന്നാലും ഞാൻ
ഈ വിശ്വാസ ജീവിതം ഉപേക്ഷിക്കില്ല, യേശുവിനെ ഉപേക്ഷിക്കില്ല, ബൈബിൾ പഠനം, വചനവായന, കൂട്ടായ്മയിൽ പോകുന്നത്, ദൈവത്തിനോട് ഇതൊന്നും ഞാൻ ഉപേക്ഷിക്കില്ല, നിർത്തില്ല എന്ന് പറയുന്ന ഒരാളെ ശത്രുവിന്, പിശാചിന് ഒരിക്കലും തോൽപ്പിക്കാൻ സാധ്യമല്ലെന്ന്. നമ്പർ 6, the last one. Perseverance leads to harvests. ഈ സ്ഥിരോത്സാഹം നമുക്ക് എന്ത് തരുന്നു? വലിയൊരു വിളവെടുപ്പിലേക്ക്, കൊയ്ത്തിലേക്ക് കൊണ്ടുപോകുന്നു. Psalm 126 and verse number 5 and 6. 126 സങ്കീർത്തനത്തിൽ 5-6. Those who sow with tears will reap with songs of joy. കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടുകൂടെ കൊയ്യും. Those who go out weeping, carrying seed to sow, will return with songs of joy, carrying sheaves with them. അതുപോലെ തന്നെ those who go out weeping, കരഞ്ഞുകൊണ്ട് പോകുന്നു, വിത്ത് വിതച്ചുകൊണ്ട് നടക്കുന്നു, വിത്ത് ചുവന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവരാണ് പിന്നീട് കൊയ്ത കറ്റകളുമായി, കൊയ്ത്ത് പാട്ടുകളുമായി, സന്തോഷത്തിൻ്റെ പാട്ടുകളുമായി തിരിച്ചു വരുന്നത്. അപ്പോൾ സന്തോഷത്തോടുകൂടിയാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ, മനസ്സിലാകുന്നുണ്ട്, വളരെ സന്തോഷത്തോടുകൂടി, എന്ന് വെച്ചാൽ സ്ഥിരോത്സാഹത്തോടുകൂടി. ഇപ്പോൾ കുറച്ച് പേര് ഒരു ദിവസം പോയി കുറച്ച് വിതച്ചു ഇങ്ങനെ പോകുന്നു, അപ്പോൾ അത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ക്വിറ്റ് ചെയ്തുകൊണ്ട് പൂർണ്ണമായ രീതിയിൽ വിതയ്ക്കുക. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ സമയമാകുമ്പോൾ ഏറ്റവും നല്ല വിളവെടുപ്പ് ദൈവം നമുക്ക് നൽകും. ദ ഹാർവെസ്റ്റ് ഈസ് ഓൾറെഡി ഓൺ ദ വേ. ഡു നോട്ട് ഗിവ് അപ്പ്. നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾക്കുള്ളൊരു വിളവെടുപ്പ് വരുന്നുണ്ട്. ഇത്രയും നാളുകൾ നിങ്ങൾ ജീവിച്ചു, നിങ്ങൾ വിതച്ചതിൻ്റെ, നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ, നിങ്ങൾ ദൈവവേലയ്ക്ക് കൊടുത്തതിൻ്റെ പലതിൻ്റെയും വിളവെടുപ്പ് വരുന്നേ ഉള്ളൂ. ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയരുതെന്ന്. കൈനീട്ടി പിടിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ സ്ഥിരോത്സാഹത്തിൻ്റെ സ്വഭാവം എല്ലാവരിലും ഉണ്ടാകാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിൽ ഈ സമയത്ത് കർത്താവേ, ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. കൈകൾ നീട്ടിപ്പിടിച്ചിരിക്കുന്നവരിൽ നിങ്ങൾക്കൊരു രോഗമുണ്ടെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കുക. ഈ വയറിനകത്ത് ഫ്ലൂയിഡ് കളക്ഷനുള്ള ആരെയോ കർത്താവ് സൗഖ്യമാക്കുന്നു. എന്തോ ഒന്ന് വയറിനകത്ത് സംഭവിച്ചിട്ട് ഫ്ലൂയിഡ് കളക്ഷൻ വന്നിരിക്കുന്നു. ലിവറിൽ നിന്നാകാം, വേറെ എന്തെങ്കിലും ആകാം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവരിപ്പോൾ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ രക്തസംബന്ധമായ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഒരു വലിയ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. കാലിൻ്റെ ഉപ്പൂറ്റിയുടെ അടിയിലെന്തോ പ്രയാസം അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ തൊടുകയാണ്. യേശുവിൻ നാമം. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ആ ഭാഗത്ത് ഒരു പ്രത്യേക സെൻസേഷൻ ഉണ്ടാകും. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് നീ കൈനീട്ടി അവരെ വിടുവിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ.